പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം എന്താണെന്നറിയാമോ? ഈ മൈൻഡ് പവറിലൂടെ എന്തും നേടുന്ന വിദ്യ. അതെ, എല്ലാം മൈൻഡ് പവറിലൂടെ തന്നെയാണ് നേടുന്നത്. അതിനുപയോഗിക്കുന്ന വഴികൾ പലതാണെന്ന് മാത്രം. മാർഗങ്ങൾ പലതാണ്, പക്ഷേ ലക്ഷ്യം ഒന്നാണ്. അപ്പോൾ ഒരുപാട് മനസ്സിൻ്റെ ശക്തിയിലൂടെ നേടുന്ന കാര്യങ്ങളിൽ നേടുക എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ചില ആവശ്യമില്ലാത്തവയെ ഒഴിവാക്കുന്നതും ഒരു നേട്ടലാണല്ലേ, ഒരു നേട്ടം തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് കാലങ്ങളായിട്ട് മാറ്റിക്കളയണം എന്ന് വിചാരിക്കുന്ന സ്വഭാവമായിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, പ്രയാസങ്ങളായിക്കോട്ടെ, ബുദ്ധിമുട്ട്, അത് മാറ്റുക എന്നുള്ളതൊരു നേട്ടമാണ്. അതോടൊപ്പം ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുക എന്നുള്ളതും ഒരു നേട്ടമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്. ഇത് രണ്ടും നേടിത്തരുന്ന ഒരേ ഒരു ശക്തിയും അത് നിങ്ങളുടെ മൈൻഡ് പവറാണ്, മനസ്സിൻ്റെ പവറാണ്, മനസ്സിൻ്റെ ശക്തിയാണ്. അത് സയൻറ്റിഫിക്കായിട്ടും മനസ്സിലാക്കി പ്രാക്ടീസിലൂടെ നേടുന്നവരുണ്ട്. ഇനി അതല്ല, വലിയ സയൻറ്റിഫിക്കൊന്നും അറിഞ്ഞില്ലേലും പരമ്പരാഗതമായ രീതിയിൽ ചില ഭക്തി മാർഗത്തിലൂടെയും അല്ലെങ്കിൽ ആത്മീയ പാതയിലൂടെയും കൃത്യമായ രീതിയിൽ മൈൻഡിനെ ഒന്ന് ശുദ്ധീകരിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഉരുവിട്ടുകൊണ്ട് അല്ലെ സങ്കല്പിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടാൻ പറ്റും. വലിയ സയൻസൊന്നും അറിയാൻ പാടില്ലാത്തവർക്കും എന്ത് നേടാൻ സാധിക്കും? മൈൻഡ് പവർ കൊണ്ട് ഏത് കാര്യസിദ്ധിയും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സയൻറ്റിഫിക്കായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള തത്വത്തിലൂടെയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ആവശ്യമുള്ളതായിരിക്കുമല്ലോ അല്ലേ? യെസ്. അപ്പോൾ ഇതിന് നമുക്കൊരു ഫോർമുല ആദ്യം മനസ്സിൽ കാണാം. ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, അതിൽ വൺ ഓഫ് ദ വേ ആണിത് കേട്ടോ. ഒരു ഫോർമുല മനസ്സിൽ കാണുക. 3:3:3:33. മറക്കരുത്, ഒന്ന് എഴുതി വെച്ചോണം. 3:3:3:33. എല്ലാം 3ൻ്റെ ഒരു കളിയാണ്. എന്തിനാണ് ഈ ഫോർമുല വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആ രീതിയിൽ ചെയ്തിലൂടെ പോകുമ്പോൾ, അതായത് 3 കാര്യങ്ങൾ 3 സമയത്ത് 3 മിനിറ്റ് കൊണ്ട് 33 ദിവസങ്ങൾ ചെയ്യുക. അതെ, ഏതൊരു കാര്യവും മനസ്സിന് ഒരു ന്യൂറൽ പാത്ത് വേ ഉണ്ട്. അതൊന്ന് ഫിക്സ് ആകാൻ കുറച്ച് സമയം വേണ്ടി വരും. കുറച്ച് സമയം നമ്മളത് അനുഷ്ഠിച്ചേ പറ്റുള്ളൂ, ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ പരിചയം കൊടുക്കുമ്പോൾ മാത്രമാണ് ന്യൂറൽ പാത്ത് വേ സെറ്റാകുന്നതും അത് നമ്മുടെ സ്വഭാവമായിട്ട് ജീവിതത്തിലേക്ക് കൊടുക്കുന്ന സജഷനൊക്കെ എത്തുകയുള്ളൂ. ഒന്നുകൂടെ പറയാം, അതിനെപ്പറ്റി വിശദമായിട്ട് ലാസ്റ്റ് ഒന്നുകൂടെ പറയത്. അതായത് 3 കാര്യങ്ങൾ 3 വേളകളിൽ ആയിട്ട് 3 മിനിറ്റ് വെച്ച് 33 ദിവസങ്ങൾ അനുഷ്ഠിക്കുക. അതായത് ചില വ്രതാനുഷ്ഠാനങ്ങൾ നമ്മൾ എടുക്കുന്ന കാലഘട്ടമാണല്ലോ അല്ലേ, ഒരുപാട് പണ്ടും ഇന്നും. പക്ഷെ നമ്മളതൊക്കെ ചെയ്തു പോകുന്നുണ്ട്, പക്ഷെ ഒരു ഫലം കിട്ടുന്നില്ല പല വ്രതങ്ങളിലും അല്ലേ. ഇതൊരു നോയമ്പ് പോലെ തന്നെ, വ്രതാനുഷ്ഠാനം പോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ശക്തിയിലൂടെ എന്ത് നേടാൻ കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുക. അതിന് മുമ്പ് അതിനുള്ള പശ്ചാത്തലം എന്താണെന്ന് അറിഞ്ഞ് ചെയ്യുമ്പോൾ മാത്രമേ ഫലമുണ്ടാകുള്ളൂ. പല വ്രതങ്ങളും നോയമ്പുകളും നമ്മൾ മുമ്പേ നടന്നു പോയവർ കാട്ടിത്തന്ന വഴിയെ എന്തൊക്കെയോ ചെയ്തു പോരുന്നു. അല്പം ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ടാകും, പക്ഷെ ഫലം കിട്ടുന്നില്ല. എത്രയോ കാലങ്ങളായിട്ട് നോയമ്പ് നോക്കുന്നവരല്ലേ, എന്നിട്ടെന്താ ആഗ്രഹിക്കുന്നത് കിട്ടാതെ? ഈ പറയുന്ന സയൻസ് അതിൻ്റെ പിന്നിൽ അപ്ലൈ ചെയ്യണം, അപ്പോൾ ശരിയായിക്കോളും. ഓക്കെ, നോക്കാം ഏതാണ്. ആദ്യം നമുക്കറിയാം നമ്മുടെ ആഗ്രഹങ്ങൾ എന്തായിക്കോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് കളയാനും പോസിറ്റീവ് നേടാനും, അത് നമുക്ക് നേടേണ്ട ഒരു സംഗതിയുടെ വിത്താണ്, കോറാണ്, ഒരു സീഡാണ്. അതിനുള്ളിലാണ് ആയിത്തീരേണ്ടതിരിക്കുന്നത്. പക്ഷേ വിത്ത് മുളയ്ക്കാതിരുന്നാലോ? അപ്പം ആദ്യം എന്താണോ നിങ്ങൾക്ക് ഒഴിവാക്കി കളയേണ്ടത് അല്ലെങ്കിൽ നേടേണ്ടത്, അതിനെ പോസിറ്റീവായിട്ട് ഒരു വിഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. എനിക്കെന്താണ് വേണ്ടത്, അത് എനിക്കെന്താ വേണ്ടതെന്നുള്ള ധാരണ ഉള്ളിലുണ്ടാകണം. ഈ ധാരണ ഇല്ലാത്തതാണ് പ്രശ്നം. അപ്പോൾ ഒരു വിത്ത്, സീഡ്, അതുണ്ടായിരിക്കണം. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു മന്ത്രം എന്ന് കണ്ടോ. മന്ത്രം മനസ്സിലെപ്പോഴും ആവർത്തിച്ച് ത്ര എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നത്. ത്രം മന്ത്രം, മനസ്സിൽ ത്രം ആവർത്തിക്കുന്ന മന്ത്രം. അപ്പോൾ ഒരു മന്ത്രം വേണം. എന്താണോ നിങ്ങൾക്ക് വേണ്ട സംഗതി അതിനെ ഫിക്സ് ചെയ്യുക. അത് ലോജിക്കായിരിക്കണം കേട്ടോ. ലോജിക്കും സ്പെസിഫിക്കും ക്ലിയർ ആയിട്ടും ഇപ്പം ഇല്ല, പക്ഷേ അത് എനിക്ക് ഉറപ്പുണ്ട്. ആ ഡിസയറോടുകൂടി ഒരു വിത്ത് ഉണ്ടായിരിക്കണം, ലക്ഷ്യമുണ്ടായിരിക്കണം. അത് അണ്ടിൽ സക്സസ്, വിജയിക്കുന്നതിന് വരെ ആ ലക്ഷ്യത്തിൽ പിടിവിടരുത്. അപ്പോൾ അത് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് കിട്ടി, ഒരു വിത്തുണ്ട്, ആഗ്രഹം ഉണ്ട്. ഇനിയോ അത് ഇടേണ്ട എവിടെയാണ്? മുളയ്ക്കേണ്ട സ്ഥലത്ത്. മുളയ്ക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണിൽ വേണം ഇടാൻ.
ഏത് വിത്തും മുളയ്ക്കുന്ന ഒരു ഫലഭൂയിഷ്ഠമായ മണ്ണാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്, ഉപബോധ മനസ്സ്. അവിടേക്ക് എന്തിടുന്നോ അതേ ആർത്ത് വളരുകയുള്ളൂ. നിങ്ങൾ മുൾച്ചെടിയുടെ വിത്തിട്ട് കഴിഞ്ഞാൽ മുൾച്ചെടിയായിരിക്കും ആർത്ത് വളരുന്നത്. ഇനി അവിടെ കരിമ്പാണ് നമ്മൾ നടുന്നതെങ്കിൽ കരിമ്പായിരിക്കും ആർത്ത് വളരുന്നത്. അപ്പോൾ എന്തിടണം എന്നുള്ള വിവേചന ബുദ്ധി നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ആ നിലം ഒന്ന് ഒരുക്കണം. ആദ്യമായിട്ട് വേണ്ടത് 3 കാര്യങ്ങളിൽ ചെയ്യേണ്ടത് പറഞ്ഞു. ഒന്നാമത്തെ ക്ലെൻസിങ്, നമ്മളെ ശുദ്ധീകരിക്കണം, ആ നിലം വൃത്തിയാക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തത് ആ വിത്ത് ഏതാണ് എന്നുള്ളതിനെ കൃത്യമായ രീതിയിൽ ഇടുക എന്നുള്ളതാണ്. നമ്മുടെ വിഷൻ ശക്തമാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് അതെങ്ങനെ എപ്പോഴിടണമെന്നുള്ളതിനെപ്പറ്റി ഒരു ഭാവനാത്മകമായ രീതിയിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. ഭാവന മനുഷ്യൻ മാത്രമേ ഉള്ളല്ലോ വിഷ്വലൈസേഷൻ പവർ. അപ്പോൾ ഒന്ന് ക്ലെൻസിങ്, ദെൻ ഗോൾ നമ്മൾ ശരിയായ രീതിയിൽ ഫിക്സ് ചെയ്യുന്നു, ദെൻ അതിനെ വിഷ്വലൈസ് ചെയ്യുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നേരങ്ങളിൽ അപ്ലൈ ചെയ്യുക. ഒരു 33 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട്. റെഡിയാണല്ലോ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിലം ഒരുക്കാനായിട്ട് ആദ്യം വെറുതെ നിങ്ങളിരിക്കുക. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് ഒരു 3 മിനിറ്റ് വെറുതെ ഇരുന്നുകൊണ്ട് ഇത്രയും നാളത്തെ നമ്മളുടെ ഒരുപാട് അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ, പലരെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഏതായാലും കൊള്ളാം, നമ്മൾ നിരുപാധികം മാപ്പ് പറയുക എന്നുള്ളതാണ്. നമ്മൾ പ്രപഞ്ചത്തോട് തന്നെ പറയുക, വേറെ ആരോടും പറയണമെന്നില്ല. പ്രപഞ്ചത്തോട് ഏകാഗ്രമായിട്ടിരുന്ന് പറയുക, ഞാൻ ഇത്രയും നാളും അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾ എന്നിൽ നിന്നുണ്ടായിട്ടുള്ളതെല്ലാം ഒഴിവാക്കി തരണേ. അറിഞ്ഞോ അറിയാതെ പോലും നമ്മുടെ കാലടിയിൽപ്പെട്ട് പലരും ചത്തുപോയിട്ടുണ്ട്, അറിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ, പല ജീവികളും. അല്ലെ നമ്മളെപ്പറ്റി ഓർത്ത് പലരും നമ്മളറിയാതെ പോലും വേദനിച്ചിട്ടുണ്ടാകും. യെസ്, വിട്ടുകളയുക. ഇത്രയും നാൾ എന്നിൽ നിന്നുണ്ടായി അറിഞ്ഞോ അറിയാതെ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും, എല്ലാ വിഷയങ്ങളും എന്നിൽ നിന്നുണ്ടായിട്ടുള്ളതെല്ലാം ഒഴിവാക്കി തരണേ എന്ന് നല്ലതുപോലെ സജഷൻ കൊടുക്കുക. അത് കഴിഞ്ഞാലോ, ഈ ലോകത്ത് എനിക്ക് ഇവിടെ വരുവാൻ അവസരം നൽകിയതിനും ഇതൊക്കെ തിരിച്ചറിയാനുള്ള അവസരം ഇടയാക്കിയതിനും എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ഇപ്പോൾ ഇരിക്കുന്നതിലും ഇന്നത്തെ കിട്ടിയ ഇത്രയും ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റി ഒന്ന് നല്ലതുപോലെയായി വറക്കുക. ആദ്യം ക്ലെൻസിങ്, ആവശ്യമില്ലാത്തതിനെല്ലാം കളഞ്ഞുകൊണ്ട് നന്ദി പറയുക, കംപ്ലീറ്റ് കളയുക. രണ്ടാമത്തേന് നന്ദി പറയുക. ഇത് എടുക്കാൻ അധിക സമയം ഒരു 3 മിനിറ്റ് ഇത് രണ്ടും ചെയ്യുക. ഒന്ന് ഒഴിവാക്കൽ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള, നമ്മളിൽ നിന്നുണ്ടായിട്ടുള്ള വിഷമതകൾ ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിനെല്ലാം നമ്മൾ മാപ്പ് പറയുക, അപ്പോളജി, ദെൻ ലഭിച്ചതിന് നന്ദി നല്ലോണം പറയുക. ഇത്രയും നാൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്, നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. അത് എത്ര ചെറുതായിക്കോട്ടെ അത് നല്ലോണമായി പറക്കുക. അപ്പോഴോ അത് മനസ്സൊന്ന് ശാന്തമാകും. ഇനി അതിലേക്കാണ് വിത്തിടേണ്ടത്. എന്താണ്? നമ്മളുടെ ആവശ്യങ്ങൾ കൃത്യമായ രീതിയിലുള്ളതായിരിക്കും. എല്ലാ ദിവസവും പറയുന്ന ഒരേ ആവശ്യം തന്നെയായിരിക്കണം. അത് ക്ലിയറും സ്പെസിഫിക്കും ലോജിക്കായിരിക്കണം. ആ വിത്തിനെ നല്ലതുപോലെ കണ്ടിട്ട് ഞാനത് നേടിക്കൊണ്ടേയിരിക്കും, അതിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ അത് ഉറയ്ക്കണം. അത് എത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഉറപ്പായിട്ടും ഞാൻ എന്നെ അർഹനാണ്, ഈ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നേടാൻ ഞാൻ അർഹനാണ്. നമ്മളെപ്പറ്റിയുള്ളൊരു ആത്മവിശ്വാസം അങ്ങോട്ട് കൊടുക്കുക. രണ്ടാമത്. ഇനി മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊടുത്ത സജഷനുള്ള നിർദ്ദേശം, അതിനെ നിങ്ങൾ ഭാവനാത്മകമായിട്ട് എത്രയും വലുതായിട്ട് കളർഫുള്ളായിട്ട് അത് സംഭവിച്ചതായിട്ട് ഫീൽ ചെയ്യുക, എക്സ്പീരിയൻസ് ഇറ്റ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനല്ല ആത്മാവിനെ സംബന്ധിച്ച എക്സ്പീരിയൻസേ അറിയൂ. അത് സ്വയം എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾക്ക് നല്ല ഒരു നാരങ്ങ, പഴുത്ത നാരങ്ങ, അത് മുറിച്ച് അതിൻ്റെ ജ്യൂസ് വായിലേക്ക് ഇങ്ങനെ ഇറ്റിറ്റ് വീഴിക്കുമ്പോൾ ഒരു ഭാവനയെ കാണുമ്പോൾ വായു വെള്ളം വരില്ലേ? അത്ര തീക്ഷ്ണമായ രീതിയിൽ ലഭിച്ചതിന് നന്ദി പറയുക. ആ നിങ്ങളുടെ വിഷനെ അത് നല്ലതുപോലെ ഹർഷപുളകമായിട്ട് ഉള്ളിലേക്ക് എടുക്കുക. ക്ലിയർ ആയല്ലോ? ഈ 3 കാര്യങ്ങൾ ഇതായിരിക്കണം 3 മിനിറ്റത്തെ ചിന്ത. എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കൃത്യസമയങ്ങളിലാണ് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 33 ദിവസത്തിനകം തന്നെ നിങ്ങൾ കൊടുത്ത സജഷൻ അനുസരിച്ച് അതിനപ്പുറമുള്ളതിൻ്റെ സൈൻ കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ പവർ, ആ മൈൻഡ് പവറിലൂടെയാണ് എന്തും നമുക്ക് നേടാൻ സാധിക്കുന്നത് മനസ്സിലാകും. ഇതിന് പല രീതിയിൽ പലതിലേക്കും ഫോക്കസ് ചെയ്തുകൊണ്ടോ അല്ലെ ആ ഒരു ശക്തിയാണ് നമുക്ക് നേടിത്തരുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ടോ ഇത് ചെയ്യാം, ഉറപ്പായിട്ടും. അതാണ് ആത്മീയതയുടെ ഒരു പിന്നിലുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ഏതായാലും ഇത് സ്വയം നിങ്ങളുടെ ബ്രെയിനെ കൃത്യമായ രീതിയിൽ അനുശീലിപ്പിച്ച് നോക്കൂ. ഉറപ്പായിട്ടും ജീവിതത്തിൽ ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.